സെലേറിയോയുടെ ഡിക്കി ഡോറ് ഹാൻഡിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ഇഷ്യൂ എന്ന് നോക്കാം. മിക്കവാറും ഇത് ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഇത് ഡാമേജ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേബിൾ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തുറക്കണമെങ്കിൽ വണ്ടിക്കകത്തുനിന്ന് തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡിക്കിക്ക് ഒരു കവറിങ് ചെയ്യണം വണ്ടിക്കകത്തുനിന്ന്. നമ്മുടെ സീറ്റ് പുറകോട്ട് മറിച്ചിട്ട് അകത്ത് കയറിയാൽ കാണാം. അപ്പം ആ കവറിങ്ങിന് ചുറ്റിനും ഓരോ ലോക്ക് ഇട്ടിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ആ ലോക്കിൻ്റെ ഫ്രണ്ടിലുള്ള നടുക്കുള്ള സർക്കിൾ അകത്തോട്ട് തള്ളിയാൽ ലോക്ക് ഓപ്പൺ ആവും, അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് ലോക്ക് ഓപ്പൺ ആവും. ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഡോറ് നമുക്ക് തുറക്കാൻ പറ്റും. അപ്പം അകത്തൊരു ചെറിയൊരു ലാച്ച് ഉണ്ട്, അതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഡിക്കി നമുക്ക് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് തുറന്ന് പുറത്തുനിന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ഈ ഒടിഞ്ഞിട്ടുണ്ട് ഈ ഒരു പോർഷൻ, കണ്ടോ? അപ്പം ഇത് മാറ്റി വെക്കാണ്ട് പറ്റില്ല, വേറെ ഒന്നും നടക്കില്ല. നമുക്കിത് അഴിച്ചെടുക്കണമെങ്കിൽ ഒരു 10 mm നട്ട് ഡ്രൈവർ വേണം. 2 സ്ക്രൂവും അഴിച്ചെടുക്കുക. അകത്തുനിന്നാണ് അഴിക്കുന്നത്. പിന്നെ ഈ ഒരു കേബിൾ കണക്ഷൻ ഉണ്ട്, അതും പിടിപ്പിക്കുക. നമ്മുടെ സാധാരണ ബൈക്കിൻ്റെ ഒക്കെ ബ്രേക്ക് കേബിൾ പോലത്തെ കേബിളാണ്. ഈ പുറത്തോട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഈ സാധനം നമുക്ക് മാരുതിയുടെ ആക്സസറീസ് കിട്ടുന്നിടത്ത് നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് 260 രൂപ വില വരുന്നതാണ്. അപ്പം ഞാനിതിൻ്റെ ഒരു പുതിയ ഒരെണ്ണം വാങ്ങിച്ചതിൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കാം. ഇത് പുതിയ ഡോർ ഹാൻഡിലാണ്. അതിൻ്റെ നട്ട് അതിൻ്റെ കൂട്ടത്തിൽ കാണില്ല, അത് നമ്മൾ ഇപ്പം ഊരിയെടുത്ത് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. തിരിച്ച് അതേ പൊസിഷൻ തന്നെ ഇൻസേർട്ട് ചെയ്യുക. പഴയതുപോലെ തന്നെ നട്ട് ഉള്ളിൽ നിന്നിട്ട് മുറുക്കുക. അത് അത്യാവശ്യം നല്ലൊരു ഇച്ചിരി ടൈറ്റായിട്ട് മുറുക്കണം, അല്ലെങ്കിൽ അതിനിടയ്ക്കൂടെ വെള്ളം അകത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതിനൊരു ചെറിയൊരു കവറിങ് ഉണ്ട് അതിൻ്റെ പുറത്തോടെ. നല്ല ടൈറ്റായിട്ട് ചേർന്ന് നിൽക്കുന്ന പോലെ അത് നന്നായിട്ട് മുറുക്കി ഇട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ കേബിള് തിരിച്ച് അതേ പൊസിഷനിൽ കണക്ട് ചെയ്യുക. ഇത്രയും പരിപാടികളേ ഉള്ളൂ. ഇനി ഇത് വർക്കാവും. തിരിച്ച് ആ കവർ നമുക്ക് തിരിച്ചിടണം. ഇത് കവർ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഊരിയ ഈ ലോക്ക് നമ്മൾ തിരിച്ചതിൻ്റെ പൊസിഷനിലോട്ട് മാറ്റിയിടണം, അല്ലെങ്കിൽ അത് കയറില്ല, ഒടിഞ്ഞു പോവും. അപ്പം അറിയാൻ മേലാത്തവരാണെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ നോക്കില്ല. ഈ ഒരു അറ്റത്തിരിക്കുന്ന കൂർത്തിരിക്കുന്ന ആ ഭാഗം പുറത്തോട്ട് തള്ളുക, എന്നാലും അത് പുറത്തോട്ട് ഊരി വരും. ഈ ഒരു പൊസിഷനിൽ ഇടുക. ഈ ഒരു പൊസിഷനിൽ നമ്മുടെ ഡിക്കിയിൽ ആ ഹോളിലോട്ട് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ അഴിച്ചെടുത്ത് അതേ കണ്ടീഷൻ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ആവത്തുമില്ല. ഒത്തിരി ബലം കൊടുത്തു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോവുകയും ചെയ്യും. എല്ലാ വണ്ടിയുടെയും ഡോറിന് ഇതുപോലത്തെ ഒരു ലോക്ക് മെക്കാനിസം കാണും. മാരുതിക്ക് ഇങ്ങനെയുള്ള കാണുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു വിവരം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണിത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക.